ഹലോ ഗൈസ്, എന്നതാ പരിപാടീസ്. അപ്പൊ നമ്മൾ ഇന്ന് പിടിക്കാൻ പോകുന്ന ഒരു സെൻട്രൽ സി ടൈപ്പ് ഓഫ് ഒരു ഡ്രിൽ ബീറ്റ് ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പൊ അതെങ്ങനെയാണ് ചെയ്യുന്നുള്ളത് നോക്കാം. ലെറ്റ്സ് ഗോ. അപ്പോൾ നമ്മുടെ VBA 140 ആണ്. സോ നമ്മൾ പൊതുവെ ഈ പറയുന്ന ഡ്രിൽ ബീറ്റ് എന്ന് പറയുമ്പോൾ അത് കുറച്ചും കൂടി ഒരു ഹാർഡും ഒരു എന്താണ് ഡാർക്കും മൂഡാണ് നമുക്ക് ഈ പറയുന്ന ഡ്രിൽ ബീറ്റ് എന്ന് പറയുന്നത്. പക്ഷെ നമ്മൾ ഇന്ന് എന്താണ് കുറച്ചും കൂടെ ലൈറ്റ് ഹെഡഡ് ആയിട്ടുള്ളൊരു ഡ്രിൽ ബീറ്റാണ് പിടിക്കുന്നത്. ഡ്രിൽ ബീറ്റ് ഉണ്ടായ സമയത്താണ് ഈ പറയുന്ന ഡാർക്ക് ഷെയ്ഡ് ഉണ്ടായിരുന്ന ബീറ്റ്സ് കൂടുതലും ഉണ്ടായിക്കൊണ്ടിരുന്നത്. പിന്നീട് അത് പല പ്രൊഡ്യൂസേഴ്സും ആർട്ടിസ്റ്റുകളൊക്കെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഇത് എന്താണ് പിന്നെ ഈ പറഞ്ഞ ഡ്രിൽ ബീറ്റ് ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞപ്പോൾ അതിൽ ചെറിയ മാറ്റങ്ങളും പരിപാടികളൊക്കെ ഉണ്ടായി. അവസാനം ഇതിപ്പോഴത്തെ ഒരു രീതിയിൽ ഡ്രിൽ ബീറ്റ് ഈ പറയുന്ന ലൈറ്റ് ഹെഡ് ആയിട്ടുള്ള ഡ്രിൽ ബീറ്റുകളുണ്ട്. സോ ഇപ്പോൾ സെൻട്രൽ സിയുടെ കുറേ ട്രാക്കുകൾ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒട്ടുമിക്കതും എന്താണ് ഈ ലൈറ്റ് ഹെഡ് ആയിട്ടുള്ള ഒരു ട്രാക്കുകളാണ്, ബീറ്റ്സുകളാണ്, ഡ്രിൽ ബീറ്റ്സ് ആണ് ഉണ്ടാവുക. സോ ആ ടൈപ്പാണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ സോ നമ്മൾ ഓർക്കസ്ട്ര വെച്ചിട്ടാണ് പിടിച്ചേക്കുന്നത്. തുടക്കത്തിൽ നമ്മൾ ഒരു വയലിൻ യൂസ് ചെയ്താണ് നമ്മൾ ലെയർ ചെയ്യുന്നത്. യെസ്, അതും കൂടെ നമുക്ക് കൊടുക്കാം. യെസ്, നമുക്ക് അടുത്ത ഒരു സൗണ്ട് കൂടെ കൊടുക്കാം. ഓക്കെ, നമുക്ക് അടുത്ത ഒരു വയലിൻ കൊടുക്കാം. ഓൾറൈറ്റ്, അപ്പോൾ നമ്മൾ ആക്ച്വലി നമ്മുടെ ലെഫ്റ്റ് സൈഡ് നമ്മളൊരു വയലിൻ നമ്മൾ കൊടുത്തു. ഇനി നമുക്ക് റൈറ്റ് സൈഡും കൂടെ നമുക്ക് ഒന്ന് ഫില്ല് ചെയ്ത് വേണം. അപ്പോൾ നമുക്കൊരു വയലിൻ കൂടെ എടുത്തിടാം. നമുക്ക് അതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്താൽ മതി ഈ മിഡി തന്നെ. സോ ഓൾറൈറ്റ്, അപ്പോൾ നമ്മൾ ആ ഫുള്ള് നമ്മുടെ സാമ്പിൾ നമ്മൾ റീസാമ്പിൾ ചെയ്യാൻ പോവാണ്. നമ്മളൊരു മറ്റൊരു വേവ് ഫോമിൽ അത് ആക്കിയിട്ടുണ്ട്. നമുക്കൊരു -4 നമുക്ക് ആക്കിയിടാം. പിച്ച് -4 ആക്കിയിട്ടുണ്ട്. ഓൾറൈറ്റ്, നമുക്കിതൊന്ന് റിവേഴ്സ് ചെയ്തിടാം. റിവേഴ്സ് ഇട്ടിട്ടുണ്ട്. റിവേഴ്സ് ഇട്ടിട്ട് എങ്ങനെയാണെന്ന് നോക്കാം. നൈസ്. ഓൾറൈറ്റ്, നമുക്കൊരു ബോക്സും കൂടെ നമുക്ക് ഇതിൻ്റെ കൂടെ ലെയറായിട്ട് നമുക്ക് കൊടുക്കാം. കുറച്ചും കൂടെ ഒരു എന്താണ് ഇയർ ക്യാൻഡി ഒരു സാധനം പിടിക്കാനായിട്ട്.
നൈസ്. യെസ്, നൈസ്. സോ നമുക്കൊരു റിം ഷോട്ട് എടുക്കാം. അപ്പോൾ ഈ റിം ഷോട്ട് നമ്മൾ ഇവിടെ എന്താണ് ഡ്രിൽ ബീറ്റിൽ ഹൈ ഹാറ്റിന് പകരം യൂസ് ചെയ്യുന്ന ഒരു സൗണ്ടാണ്. അപ്പോൾ അതിൻ്റെ മെയിൻ റിതം റിം ഷോട്ടിലും കൂടെയാണ് നിൽക്കുന്നത്, റിം ഷോട്ടിലാണ് നിൽക്കുന്നത്. സോ ആ ഒരു ക്യാച്ചി റിതം. സോ അതെങ്ങനെയാണെന്നുള്ളത് നോക്കാം. സോ ഈ റിം ഷോട്ട് നല്ല ബൗൺസ് തരും. ആൻഡ് അഡീഷണലായിട്ട് ഞാൻ ഒരെണ്ണം കൂടെ ആഡ് ചെയ്തത് അതിലോട്ട്. യെസ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ബീറ്റ് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട ഇത്ര മാത്രമേ ഉള്ളൂ. നിങ്ങൾ ഈ വീഡിയോയുടെ പേരെടുത്ത് എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ വന്ന് DM ചെയ്യാം. അപ്പോൾ ഈ ബീറ്റ് അവൈലബിൾ ആയിട്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ നിന്ന് ഡയറക്റ്റ് ആയിട്ട് പർച്ചേസ് ചെയ്യാൻ പറ്റുന്നതാണ്, അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിൽ തന്നെ. മാത്രമല്ല നിങ്ങൾക്ക് മിക്സർ മാസ്റ്ററിന് നിങ്ങൾ ആളെ നോക്കി കിടക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ വേറെ എവിടെയും പോകേണ്ട, എൻ്റെ അടുത്ത് തന്നെ വരാവുന്നതാണ്. നമുക്ക് പല സ്കീമുകളുണ്ട്, അഫോർഡബിൾ ആയിട്ടുള്ള രീതിയിൽ നമുക്ക് പാട്ടുകൾ നമുക്ക് ചെയ്ത് ഇറക്കി വിടാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഓക്കെ, നമുക്കിനി സ്നെയർ കൊടുക്കാം. സ്നെയർ കൊടുക്കുമ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഭവം വെച്ചാൽ, സ്നെയറിൽ സാധാരണ ഹിപ്പ് ഹോപ്പിന് കൊടുക്കുന്ന ഒരു വിധത്തിലല്ല നമ്മൾ സ്നെയർ കൊടുക്കേണ്ടത്. ഹിപ്പ് ഹോപ്പിലാണെങ്കിൽ 3ലും 7ലുമാണ് സ്നെയർ അടിക്കുന്നതെങ്കിൽ ഇവിടെ 3ലും 8ലുമാണ് അടിക്കുന്നത്. ഓക്കെ, സോറി. ആൻഡ് അത് തന്നെ. യെസ്. സോ അതാണ്. ഇപ്പോൾ നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 1 2 3 4 1 2 3 4. അപ്പോൾ അവിടെ 3ക്ക് അടിച്ചു, ഇവിടെ 4ന് അടിച്ചു. ഓർ ലൈക്ക് അവിടെ 3ന് അടിച്ചു, ഇവിടെ 8ന് അടിച്ചു. സോ ദാറ്റ്സ് എ ഡിഫറൻസ്. അതാണ് അവിടെ ഹിപ്പ് ഹോപ്പ് വരികയാണെങ്കിൽ അവിടെ ആയിരുന്നു വരേണ്ടിരുന്നത്. യെസ്. സോ നമ്മൾ നൈസായിട്ട് ഒരെണ്ണം നമ്മളൊരു സ്നെയർ അതിന് മുന്നിൽ കൊടുത്തു. സോ ഓൾവേസ് ഒരു ബേസിക് ആയിട്ടുള്ള സാധനം കൊടുത്തിട്ട് പിന്നെ നമുക്ക് അഡീഷണൽ ആയിട്ടുള്ള എങ്ങനെയാണെന്ന് നമുക്ക് ആഡ് ചെയ്യാം. നൈസ്. നമുക്ക് അടുത്തതിലോട്ട് പോകാം. അടുത്ത നമ്മളൊരു കൗണ്ടർ സ്നെയറാണ് കൊടുക്കുന്നത്. സോ വലിയ ഹാർഡായിട്ടുള്ള ഒന്നുമല്ല, നൈസായിട്ടൊരു ഗ്രൂവ് കിട്ടാൻ വേണ്ടിയിട്ട് മാത്രം. ലെറ്റ്സ് ഗോ. നമുക്കിനി കിക്ക് കൊടുക്കാം. കിക്ക് അപ്പോൾ നമ്മൾ കിക്ക് ചെയ്ത് പറഞ്ഞ കണക്ക് എന്താണ് ഈ ട്രാപ്പിൻ്റെ കൂട്ടോ അല്ലെങ്കിൽ ഹിപ്പ് ഹോപ്പിൻ്റെ ബാക്കിയുള്ള കൂട്ടോ അല്ല കിക്കിങ് കൊടുക്കേണ്ടത്. കിക്ക് ആദ്യത്തെ ഒരു എംഫസൈസ് ചെയ്യുന്നതിന് 1നുള്ളതിന് കിക്ക് അടിച്ചിട്ട് പിന്നീട് കുറച്ച് കഴിയുമ്പോഴാണ് കിക്ക് വരുന്നത്. ആ ഒരു ഗ്യാപ്പ് ഉണ്ട് അവിടെ. എന്താണ് ബാക്കിയുള്ള സൗണ്ട്സ് പോകുന്നതിൻ്റെ ഒരു പിന്നെ സ്പേസ് കൊടുക്കുന്നുണ്ട്. കുറച്ചും കൂടെ ഹാർഡാണ് അപ്പം കേൾക്കാനായിട്ട്. സോ അതെങ്ങനെ അത് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാവും, ഇപ്പം ചെയ്യുമ്പോൾ മനസ്സിലാവും എങ്ങനെയാണ് അത് പോകുന്നത് എന്നുള്ളത്. സോ നമുക്ക് ആദ്യം ഒരു കിക്ക് കൊടുക്കാം. യെസ്, നൈസ്. സോ നമുക്കിത് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാം. നമുക്ക് അവിടെ ഒരെണ്ണം കൂടെ കൊടുക്കാം. നൈസ്. ഓക്കെ, നമുക്കിനി 808 കൊടുക്കാൻ പോവുകയാണ്. അപ്പോൾ 808 ഈ പറഞ്ഞ കണക്ക് നേരത്തെ തന്നെ പണ്ടത്തെ തുടങ്ങിയ സമയത്ത് ഗ്ലൈഡ്സ് ഭയങ്കരമായിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഗ്ലൈഡ്സ് വേണമെന്നുള്ള നിർബന്ധം വന്നിട്ടില്ല. സോ നമ്മൾ വളരെ സിമ്പിളായിട്ടുള്ള നമ്മുടെ ഈ മൂഡിനനുസരിച്ചുള്ള 808 ആണ് നമ്മൾ കൊടുക്കുന്നത്. നമ്മൾ ഒരുപാട് മറ്റേ ഗ്ലൈഡ്സൊക്കെ ഇട്ടിട്ട് നമ്മൾ കുത്തി വരിച്ച് മറ്റേ ബഹളങ്ങളൊന്നും നമ്മൾ വെക്കുന്നില്ല. നമ്മൾ ആദ്യം പറഞ്ഞ കണക്ക് നമ്മളൊരു ഇത് സിമ്പിളായിട്ട് പോകുന്നേ ഉള്ളൂ. ലൈറ്റ് ഹാർഡായിട്ടുള്ളൊരു എന്താണ് ഡ്രില്ലാണ് നമ്മൾ പിടിക്കുന്നത്. സോ ലെറ്റ്സ് സീ. ടൈമിങ് നൈസായിട്ടൊന്ന് മാറിപ്പോയി. സെറ്റ് ചെയ്താം. ഇത് കറക്റ്റ് വരുമ്പോൾ നൈസ്. സോ നമുക്ക് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാം. നമ്മളതിൻ്റെ കൂടെ പെർക്കഷൻ നമ്മൾ വേറെ
ചെയ്തു. സോ അതാണ് പെർക്കഷൻസ്. അപ്പൊ നമ്മൾ നമ്മുടെ ബീറ്റ് ഫുൾ സെറ്റ് ആക്കി എടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ഫുള്ള് ഇതൊന്ന് അറേഞ്ച് ചെയ്ത് സെറ്റ് ചെയ്ത് എടുത്തിട്ട് നമുക്ക് ഈ ഫുൾ ബീറ്റ് എങ്ങനെ ഉണ്ടെന്നുള്ളത് നമുക്കൊന്ന് കേട്ട് നോക്കാം. ലെറ്റ്സ് ഗോ. ഇൻട്രോ. ടാഗ് വന്നു. ചെറിയ ചോപ്പ് ചെയ്ത് നമ്മൾ കൊടുത്തിട്ടുണ്ട് ഹുക്കിൻ്റെ കൂടെ. ലെറ്റ്സ് ഗോ. Let's go. Let's go. വേഴ്സിലോട്ട് കയറി. Let's go. നമ്മൾ നൈസായിട്ട് നമ്മളൊരു വേരിയേഷൻ നമ്മളൊരു അവിടെ ഒരു ഹൈ ഹാറ്റ് കൊടുത്തു. ലെറ്റ്സ് ഗോ. ലെറ്റ്സ് ഗോ. ഇടയ്ക്ക് ഏറ്റവും നമ്മൾ മാറ്റിയും ഏറ്റവും തിരിച്ചിട്ടും കുറച്ച് പരിപാടി നമ്മൾ ചെയ്തിട്ടുണ്ട്. സോ നമ്മൾ നേരെ ബ്രിഡ്ജിലോട്ട് കയറിയേക്കാണ്. ഹുക്കിലോട്ട് കയറാൻ പോവാണ്. ലെറ്റ്സ് ഗോ. Let's go. Let's go. Let's go. Alright. Yes. സോ നമ്മൾ ഔട്ടർ നമ്മൾ എങ്ങനെയാണ് പോകുന്നത്? നമ്മൾ സാധാരണ നമ്മൾ ഡ്രംസാണ് കൊടുക്കുന്നത്. പകരം നമ്മളിവിടെ നമ്മുടെ സോൾ പോർഷൻ കൊടുത്തു ഔട്ടറായിട്ട്. ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, താഴെ കമന്റ് ചെയ്യുക, ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, താഴെ കിടന്ന് ബെല്ലൈക്കൺ ഞെക്കി കഴിഞ്ഞാൽ എല്ലാ നോട്ടിഫിക്കേഷൻ കൃത്യമായി കിട്ടിക്കൊണ്ടിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.